അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ ഗ്രേവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലു മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂണോളം പച്ചമല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 8 വറ്റൽമുളക്. വറ്റൽമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച മസാലകളൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് കരിഞ്ഞു പോകുമൊന്നും ചെയ്യരുത് കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഏകദേശം നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വറുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാനിൻ്റെ അടുപ്പിൽ വെച്ച് കണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചച്ചോവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഏകദേശം നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചച്ചോവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അധികം പേസ്റ്റ് രൂപത്തിലാവൊന്നും വേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ്റെ എല്ലാ സൈഡൊക്കെ മസാല എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം നിറങ്ങി വന്നോളും. അത് കണ്ടില്ല, ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും നമ്മളിതുപോലെ ചിക്കൻ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടില്ലേ, നമ്മൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തണ്ട് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതുപോലെയൊക്കെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കി കഴിച്ചോളും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലു മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.